ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് തരംഗമായിരുന്നു ലക്ഷ്മി. 1968 ജീവനാംശം എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ലക്ഷ്മി പിന്നീട് ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച നടിയായി മാറി. ചില നേരങ്ങളിൽ ചില മനിതകൾ എന്ന ചിത്രത്തിന് 1977 ദേശീയ അവാർഡ് ലക്ഷ്മിക്ക് ലഭിച്ചു. ലക്ഷ്മി മലയാളത്തിൽ തരംഗമാകുന്നത് KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ്. ചട്ടക്കാരി ലക്ഷ്മി എന്ന് അന്ന് പ്രേക്ഷകർ ലക്ഷ്മിയെ വിളിച്ചു. ലക്ഷ്മിയുടെ തുടയഴകും മാറിട വടിവുമൊക്കെ ചട്ടക്കാരിയിൽ യുവ പ്രേക്ഷകർ ആസ്വദിച്ചു. ലക്ഷ്മിയും മോഹനുമായിരുന്നു ചട്ടക്കാരിയിലെ നായകന്മാർ. ചട്ടക്കാരി വലിയ ഹിറ്റായി മാറി. അതിനുശേഷം പ്രേം നസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ ലക്ഷ്മി അഭിനയിച്ചു. തമിഴിൽ ശിവാജി ഗണേശൻ, MGR തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം, കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചു ലക്ഷ്മി. ലക്ഷ്മിയുടെ അഭിനയ ജീവിതം ഉന്നതിയിലേക്ക് പോകുമ്പോൾ അവരുടെ സ്വകാര്യ ജീവിതം ചർച്ചയായത് ശ്രദ്ധേയം. ഇന്ത്യ കണ്ട മികച്ച നടിയായ ലക്ഷ്മി സ്വകാര്യ ജീവിതത്തിൽ എപ്പോഴും വിവാദ നായികയായി മാറി. ഭാസ്കറയാണ് അവർ ആദ്യമായി വിവാഹം കഴിച്ചത്. അതിൽ ഒരു മകളും ഉണ്ടായി, ഐശ്വര്യ പിന്നീട് പ്രശസ്ത നടിയായി മാറി. രജനീകാന്തിനോടൊപ്പം യജമാനൻ എന്ന ചിത്രത്തിലൊക്കെ ഐശ്വര്യ അഭിനയിച്ചു. മോഹൻലാലിനോടൊപ്പം ബട്ടർഫ്ലൈസ്, പ്രജ, മമ്മൂട്ടിക്കൊപ്പം ജാക്ക്പോട്ട്, സുരേഷ് ഗോപിക്കൊപ്പം സത്യമേവ ജയതേ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട്. ഭാസ്കറുമായുള്ള വിവാഹ ജീവിതം പിരിഞ്ഞതിന് ശേഷം ചട്ടക്കാരിയിലെ മോഹൻ ശർമ്മയെ ലക്ഷ്മി വിവാഹം കഴിച്ചു. ആ വിവാഹവും അധികകാലം നീണ്ടുനിന്നില്ല. മോഹൻ ശർമ്മയെ ലക്ഷ്മി കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ലക്ഷ്മിയുമായുള്ള വിവാഹ ബന്ധത്തിലെ തകർച്ച മോഹൻ ശർമ്മയെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്നതുവരെ എത്തിച്ചു. അക്കാലത്ത് മോഹന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ചട്ടക്കാരിക്ക് ശേഷം നെല്ല്, കായലും കയറും തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ മോഹൻ ഹീറോയായി വളർന്നു. പ്രേം നസീറിനെ പോലെ തന്നെ സുന്ദരനായിരുന്നു മോഹനും. സ്ത്രീകളുടെ ഇഷ്ടതാരമായി മോഹൻ അതിവേഗം മാറി. പക്ഷേ ലക്ഷ്മിയുമായുള്ള വിവാഹം തകർന്നപ്പോൾ മോഹൻ്റെ കരിയറും തകർന്നു. ശിവചന്ദ്രനെയാണ് ലക്ഷ്മി പിന്നീട് വിവാഹം കഴിച്ചത്. മൂന്നാം വിവാഹം, ക്യാമറാമാനായ ശിവചന്ദ്രന് അപ്പോൾ മറ്റൊരു ദാമ്പത്യം ഉണ്ടായിരുന്നു. ആ ദാമ്പത്യം തകർത്തുകൊണ്ടാണ് ലക്ഷ്മി ശിവചന്ദ്രനെ വിവാഹം കഴിച്ചത്. അതും വലിയ കാലം നീണ്ടു നിന്നില്ല. ശിവചന്ദ്രനെ നിഷ്കരുണം ഉപേക്ഷിച്ചു ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം ചർച്ചാ വിഷയമായി മാറി. ലക്ഷ്മിക്ക് പല നടന്മാരുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന വാർത്ത വന്നു. അതിലൊരാൾ കമൽഹാസനായിരുന്നു. കമൽഹാസനുമൊത്ത് ലക്ഷ്മി പൊന്നി എന്ന ചിത്രത്തിൽ വളരെ ഗ്ലാമറസായി അഭിനയിച്ചു. ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു. കമൽഹാസനും ലക്ഷ്മിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന വാർത്തകളൊക്കെ പരന്നു. ഈ വാർത്തകളിലൊന്നും ലക്ഷ്മി തളർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ലക്ഷ്മിയെ പോലെ തന്നെ മകൾ ഐശ്വര്യയും വഴിതെറ്റി. അത് ചരിത്രം. മതിൽ ചാടിയാൽ മകൾ ഗോപുരം ചാടുമെന്നായിരുന്നല്ലോ ചാടുമെന്നാണ് പ്രമാണം. ഐശ്വര്യ ലക്ഷ്മിയെ ധിക്കരിച്ച് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. ലക്ഷ്മി ഐശ്വര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ലക്ഷ്മി പിന്നീട് ഐശ്വര്യയെ തിരികെ കയറ്റിയെങ്കിലും ഐശ്വര്യ തൻ്റേതായ വഴികളിലൂടെ സഞ്ചരിച്ചു. അമ്മയും മകളും ശത്രുക്കളായി മാറി. എന്തായാലും ഐശ്വര്യ ഇപ്പോൾ സ്വന്തം നിലയിൽ ജീവിക്കുന്നു. ലക്ഷ്മി തൻ്റെ നിലയിൽ ജീവിക്കുന്നു.
ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം പറഞ്ഞത് ഒരു കലാകാരി, മഹത്തായ അഭിനയകല വശമുള്ള കലാകാരി എങ്ങനെ സ്വകാര്യ ജീവിതത്തിൽ തകർന്നുപോയി എന്ന സൂചന, എന്ന ചിത്രം പ്രേക്ഷകർക്ക് നൽകാൻ